അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസറക്ഷൻ ഓഫ് ജീസസ് ആണ് വരയ്ക്കാനുള്ള തീം. റോമിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വത്തിക്കാനിലുള്ള അതേ ടൈപ്പ് സിമിലർ ആയിട്ടുള്ള സംഭവം നമ്മൾ ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓസ്ട്രേലിയയിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിൻ്റെ ദിവസമാണ്. അവരൊരു ചെറുകാല സ്വപ്നം പോവാണ് ഞാൻ കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പള്ളി. ഓസ്ട്രേലിയ മെൽബണിലെ സൗത്ത് ഈസ്റ്റ് സബർബിലെ ഒരു 1500 കുടുംബങ്ങളുള്ള ഇടവകയിലെ ഞങ്ങളുടെ ഒരു പുതിയ പള്ളി, അതിൻ്റെ വെഞ്ചിരിപ്പേരിൽ നിന്ന് ആ ഒരു വീഡിയോ എന്ന് വരുന്നത്. അന്ന് പിന്നെ ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകും. സെൻറ് തോമസ് ഇടവകേനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള ദിവസമായിട്ടൊന്ന് ഞങ്ങൾ സ്വപ്നം കണ്ട ഞങ്ങളുടെ പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പായിട്ടൊന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാട്ടോ കൂദാശ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കണേ. അതുപോലെ തന്നെ മെൽബൺ രൂപതയുടെ ബിഷപ്പ് മാർ ജോൺ പരന്തോട്ടത്തിൽ പിതാവും മുൻ ബിഷപ്പായിരുന്ന ബോസ്കോ പുത്തു പിതാവ്, ഞങ്ങളുടെ വികാരി അച്ഛൻ മോൺസൺ ജോർജ് ഫ്രാൻസിസ് കോലഞ്ചേരി, ഓസ്ട്രേലിയയിലെ ബിഷപ്പുമാർ, 40-ൽ പരം അച്ഛന്മാർ, ഓസ്ട്രേലിയ പല പള്ളികളിൽ നിന്ന് വന്നവർ, ഓസ്ട്രേലിയയിലെ MP-മാർ, മന്ത്രിമാർ, 2500-ൽ പരം വിശ്വാസികളും ഈ ദേവാലയ കൂദാശ കർമ്മങ്ങളിൽ പങ്കെടുത്തുട്ടോ. അതുപോലെ തന്നെ ഈ വെഞ്ചരിപ്പിന്റെ തിരുക്കർമ്മങ്ങളിൽ എനിക്ക് കിട്ടിയൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയ്ക്ക് കൂടാനുള്ള ഒരു അവസരം കിട്ടിട്ടോ. 2013 ഡിസംബർ 23 കേട്ടോ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇന്ത്യക്ക് പുറമെയുള്ള 2ാമത്തെ സീറോ മലബാർ രൂപതയായി മെൽബൺ രൂപതയെ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ മെൽബൺ രൂപതയിലെ ഏറ്റവും വലിയ ദേവാലയം കൂടി കേട്ടോ ഈ സെന്റ് തോമസ് ദേവാലയം. 2022 സെപ്റ്റംബർ 23 അന്നത്തെ മെൽബൺ ബിഷപ്പായിരുന്ന ബോസ്കോർ പുത്തൂർ പിതാവാട്ടോ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടത്. 2025 ജൂലൈ 12 ആയപ്പിക്കല് കംപ്ലീറ്റ് പണിയും കഴിഞ്ഞു. എത്ര മനോഹരമായൊരു ദേവാലയം എന്നറിയാമോ? നമുക്ക് നാട്ടിൽ നമ്മുടെ പള്ളികളിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലാട്ടോ നമുക്ക് ഈ പള്ളിയുടെ അകത്ത് കയറി കഴിയുമ്പോൾ. 7 ഏക്കർ വരുന്ന സ്ഥലത്താട്ടോ ഈ പള്ളി ഇരിക്കണേ. 1500 സ്ക്വയർ മീറ്റർ ആട്ടോ പള്ളിയുടെ സൈസ് വരുന്നത്. 1000 പേർക്ക് ഒരേ ടൈമിൽ ഇരുന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഗൾഫിലെ പള്ളികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ള സമയത്ത് പള്ളിയുടെ ബാക്കിൽ ബേബി റൂമുണ്ട്, ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ കിടന്ന് കരച്ചിലൊക്കെ ആണെങ്കിൽ കുർബാനയുടെ ഇടയ്ക്ക് യാതൊരു രോഗ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയുള്ള അവിടെ നമുക്ക് കുർബാന കാണാൻ പറ്റും. അതുപോലെ ഗ്ലാസ് കൊണ്ട് ഇട്ട കുംസാര കൂടുകൾ, പള്ളിയുടെ മുകളിൽ ബാൽക്കണീൻ്റെ അവിടെ കയറിയാലോ മുകളിലിരുന്ന് നമുക്ക് കുർബാന കാണാൻ പറ്റും കേട്ടോ. അവിടെയുണ്ട് ബേബി റൂമുകൾ, സെപ്പറേറ്റ് ടോയ്ലറ്റ്, എല്ലാവിധ ഫെസിലിറ്റികളും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പള്ളിയുടെ അകത്ത്. ഇത്ര മാത്രമല്ല കേട്ടോ, ഇനി പള്ളിയിൽ കാണേണ്ടതായ ഒത്തിരി കാഴ്ചകളുണ്ട്, നമുക്ക് അറിയേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഏതൊരു പള്ളിയുടെയും ഏറ്റവും മനോഹരമായ ഒരു ഏരിയ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൽത്താര എന്നല്ല പറയണ്ടേ. നമ്മുടെ പള്ളിയുടെ അൽത്താരയുടെ ബാക്കിൽ ചെയ്തൊരു പെയിന്റ് വർക്ക് ഉണ്ട്, അത് ചെയ്തൊരു വ്യക്തിയുണ്ട്. ഇനി നമുക്ക് അവരോട് ചോദിക്കാം ഇത് എങ്ങനെ ഇവിടം വരെ എത്തിയെന്നുള്ളത്. ഹായ് പ്രീതി, എന്താണ് വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു ഓസ്ട്രേലിയയൊക്കെ? ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഓസ്ട്രേലിയയിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. നേരത്തെ ബ്രിസ്ബെയിനിൽ ഞാനൊരു അൽത്താര പെയിന്റിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മെൽബണിൽ ഇത് എന്റെ ആദ്യത്തെ പെയിന്റിംഗ് ആണ്. നാട്ടിലൊക്കെ വേറെ? നാട്ടിൽ ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് ഫാമിലി ആയിട്ട്. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ പള്ളിയുടെ ആ ഒരു പിക്ചറിലേക്ക് എത്തിച്ചേർന്നേ? അത് സെപ്പറേറ്റ് ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു, അതോ എന്തോരം സമയം എടുത്തു ഇത് വരച്ചെടുക്കാനായിട്ട്? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസറക്ഷൻ ഓഫ് ജീസസ് ആണ് വരയ്ക്കാനുള്ള തീമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾത്താരയുടെ സൈസും മെഷർമെൻ്റ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസറക്ഷൻ ചെയ്യുന്ന മുമ്പ് വരച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ പള്ളിയുടെ ഐഡൻറ്റിറ്റിയാണ് അവിടുത്തെ ആൾത്താര ചിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ റെപ്പറ്റേഷൻ വരരുതെന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. ഇപ്പം ഞാൻ ബൈബിളൊക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് വായിച്ച് ഞാൻ കുറേ കൂടുതൽ വായിക്കാൻ റിസർച്ച് ഇങ്ങനെ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു മനസ്സിൽ തെളിയും എന്താണ് വരയ്ക്കേണ്ടതെന്ന്, എന്ത് വരച്ചാലായിരിക്കും
നമ്മൾക്കത് കണക്റ്റ് ആകുന്നതെന്നും നമ്മൾ അവിടെ നിൽക്കുന്ന ഓരോരുത്തരിലേക്കും എത്താനായിട്ട് നേരിട്ട് സ്പർശിക്കാനായിട്ട് വേണ്ടുന്ന ഒരു ചിത്രം നമ്മൾ മനസ്സിലപ്പോൾ തെളിയും. അപ്പോൾ അത് ഞാനൊരു റഫായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് ഇവിടെ ഫാദറിൻ്റെ അടുത്തും ബിഷപ്പിനൊക്കെ കാണിച്ച് അവരുടെയൊക്കെ അപ്രൂവൽ വാങ്ങിയിട്ടാണ് ഈ വലിപ്പത്തിൽ വരയ്ക്കുന്നത്. എന്തായാലും പള്ളിയിൽ വന്ന എല്ലാവരും ഒന്നടക്കം പറയണത് ആ കർത്താവിൻ്റെ ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താ പറയുക, അത് ശരിക്കും നമുക്കൊരു ജീവനുള്ളൊരു പിക്ചർ പോലെ ഫീൽ ചെയ്യണേ. ഇപ്പം ഞാൻ ഓൾട്ടറിലുണ്ടെങ്കിൽ ഞാൻ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലല്ല കുറച്ച് ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ. അതപ്പോൾ എന്ത് തരത്തിലുള്ള പെയിൻ്റാണത്, എങ്ങനെയാണ് ചേച്ചിക്ക് അങ്ങനത്തെ ഒരു അത്രയ്ക്കൊരു പെർഫെക്ഷനിലേക്ക് അത് എത്തിക്കാനും അത് വരാനുള്ളൊരു ഇത് എനിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് വാളിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അക്രിലിക് പെയിൻറ്റ്, ആർട്ടിസ്റ്റ് ഗ്രേഡിലുള്ള പ്രൊഫഷണൽ ഗ്രേഡിലുള്ള അക്രിലിക് പെയിൻ്റാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് വാൾ നല്ലോണം കണ്ടീഷൻ ചെയ്യും, കാരണം ഇത് ഏറെക്കാലം എന്നും നിലനിൽക്കേണ്ട പെയിൻറ്റിങ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ പ്രിപ്പറേഷൻസ് വാളിനും നന്നായി ചെയ്യും. പിന്നെ ഇവിടെ കുറച്ചുകൂടെ UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻറ്റ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഞാൻ പെയിൻറ്റ് വാങ്ങാറുള്ളൂ, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരാറില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു 3 മാസത്തെ ഒരു ടെമ്പററി വർക്ക് വിസയിൽ വന്ന് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു കുറച്ചേറെ ഹോംവർക്കിൻ്റെ ആവശ്യമുണ്ട്. ഈ സൈസിൽ വരച്ചെടുക്കേണ്ടതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ചില ചലഞ്ചുകളുണ്ട്. നമ്മൾ അത്ര വലിയൊരു ഭിത്തിയിൽ ചേർന്ന് നിന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് ആ പെയിന്റിങ് മുഴുവനായിട്ട് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അതിന് ഓരോ ദിവസവും ഭയങ്കര വിലപ്പെട്ടതാണ്. വളരെ കുറച്ച് ദിവസം കൊണ്ട് ഒരു 2-2.5 മാസമേ വരയ്ക്കാൻ കിട്ടത്തുള്ളൂ, ആ സമയത്തിനുള്ളിൽ വരച്ചു തീരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ എഫേർട്ട് അതിന് മുമ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെഞ്ചിരിപ്പിൻ്റെ ടൈമിൽ വീണ്ടും ചേച്ചി ഈ ഫംഗ്ഷന് വേണ്ടി വന്നതാണോ, അതോ പിന്നെ ആ പിക്ചറിൻ്റെ കുറച്ചും കൂടി എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടായിരുന്നോ, അതോ എന്തെങ്കിലും ജസ്റ്റ് ടച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ വെഞ്ചരിപ്പിനായിട്ട് വന്നതാണ്. പക്ഷെ ഞാൻ വരച്ചതിന് ശേഷം നമ്മൾ അവിടെ സ്റ്റാച്യൂസ് ഒക്കെ മൗണ്ട് ചെയ്യുന്നതും ടൈലിടുന്നതുമായിട്ടുള്ള സംബന്ധിക്കുന്ന ആൾക്കാരിലുള്ള മറ്റ് പല വർക്കുകളും നടക്കുമ്പോൾ അവിടെ ചെറുതായിട്ട് എത്ര അവർ ശ്രദ്ധിക്കുമ്പോഴും കുറച്ച് ചിപ്പ് ഓഫ് ആയി പോകുന്നതോ അല്ലെങ്കിൽ ഒന്ന് പീലാകുന്നതോ അല്ലെങ്കിൽ കുറച്ച് അവരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ എന്തെങ്കിലും പെയിന്റ് വീഴുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ അത് ടച്ച് ചെയ്യാനും അതുകൊണ്ട് വെഞ്ചരിപ്പിന് മുമ്പ് ഞാൻ അത് ചെയ്യായിരുന്നു. അത് കറക്റ്റ് ചെയ്യലും നമുക്ക് എത്രയും ഫിനിഷിങ്ങിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു അറ്റംപ്റ്റ് എപ്പോഴും ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ പെയിന്റിങ്ങിലൂടെ ജീസസിന്റെ ഏറ്റവും ഡിവൈൻ മൊമെന്റ് ആണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. റിസറക്ഷൻ ഓഫ് ജീസസിന്റെ ആ ഡിവൈൻ മൊമെന്റ് ആണ് നമ്മൾ ഈ പെയിന്റിങ്ങിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമല്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ജേണി. അങ്ങനെ മെൽബണിലെ പള്ളി വെഞ്ചിരിപ്പും വർക്കുകളെല്ലാം കഴിഞ്ഞ് സാറ്റർഡേ വീതി തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണം. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. എത്ര മനോഹരമായിട്ടല്ലേ ഈ അൾത്താരയുടെ ബാക്കിലുള്ള ഈ പെയിന്റ് വർക്ക് ചെയ്തിരിക്കണേ. പള്ളിയിൽ വന്ന എല്ലാവർക്കും ഒന്നടക്കം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പെയിന്റ് വർക്ക്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ അൾത്താരയുടെ ബാക്കിലായിട്ട് ഒരു ചാപ്പലുണ്ട്. അവിടെ നമ്മുടെ പള്ളിയുടെ അകത്ത് പോലെ തന്നെ കുരിശിന്റെ വഴിയുടെ രൂപങ്ങളൊക്കെ വെച്ച് മൊത്തത്തിൽ എല്ലാം സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. അൾത്താര കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് പള്ളിക്ക് ഇത്ര ഭംഗിയായി. അതിനകത്ത് പറയുകയാണെങ്കിൽ പള്ളിയുടെ അകത്തുള്ള ബെഞ്ച്, സ്റ്റാച്യൂസ്, പുറത്തുള്ള കൽക്കുരിശ്, മണി, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരാളുണ്ട്. ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഹായ് നേടാ. ഹലോ വിലാസേ. അങ്ങനെ എന്തിനു ശേഷം സുഖം? സുഖമായിട്ട് നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു പള്ളി. അതെന്തായാലും അടിപൊളിയായിട്ട്
പള്ളി പണിയും കഴിഞ്ഞു, കുദാശർമ്മ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായെന്ന് വേണ്ടി പറയാല്ലേ. എത്ര വർഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനോദ് ചേട്ടൻ ഈ റോളിനകത്ത് ഓടി നടക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ 2015 തുടങ്ങി നമ്മൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ട്രസ്റ്റി ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിലെല്ലാം ബിൽഡിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാത്തിലുമായിട്ട്. ഓക്കെ. ഇപ്പൊ എനിക്ക് അതിനകത്തുള്ള ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, ഞാനും കേട്ടു നമ്മുടെ പള്ളിയിലുള്ള ഫർണിച്ചറുകളും അതുപോലെ സ്റ്റാച്ചു ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത്, അതിന് ചുക്കാൻ പിടിച്ചത് വിനോദ് ചേട്ടനെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫർണിച്ചറുകളുടെ കാര്യം കേട്ടപ്പോൾ നിന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞത് അങ്കമാലി. നമ്മുടെ അങ്കമാലി എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വിനോദ് ചേട്ടനാണെങ്കിൽ കുറച്ച് കാര്യം പറയാൻ പറ്റും. ഒന്ന് പറയാമോ, ഇത് എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചേ, ഇത് അങ്കമാലിൽ എവിടെയായിരുന്നു എന്നൊന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരം. തീർച്ചയായിട്ടും നമ്മളിത് 2 വർഷത്തിന് കൂടുതലായി ഇതിൻ്റെ പിറകെ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയിട്ട്. ഇത് ഈ നമ്മുടെ ഫർണിച്ചറുകൾ വുഡ് വർക്കുകളെല്ലാം ചെയ്തത് ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അതാണ് നമുക്ക് ആൾക്കാരിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാത്തിൻ്റെയും കൊത്തുപണികൾ ഏകദേശം സിമിലറായിട്ടാണ് എല്ലാ ഐറ്റംസും. അതിനകത്ത് പിന്നെ കുറച്ച് വെറൈറ്റി ഇത് കാണിച്ചിട്ടുള്ളൂ. അത് എല്ലാവരും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലിക്ക് അടുത്ത് പൂവത്തുശ്ശേരി എന്ന സ്ഥലത്ത് നോബിൾ ഫർണിച്ചർ മാർട്ട്. അങ്കമാലിക്കാർക്ക് ഉറപ്പായിട്ട്. അപ്പോൾ ഈ നോബിളാണ് ഇത് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ പള്ളിക്ക് ചെയ്തത് 150ാമത്തെ ബലിപീഠമാണ് ഉണ്ടാക്കിയത്. അവർ ഓസ്ട്രേലിയക്ക് ആദ്യമായിട്ടാണെങ്കിലും അമേരിക്കയിലും പിന്നെ ഇന്ത്യയിലും നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പള്ളികളിലേക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പള്ളികൾ ചെയ്തിട്ടുള്ളതാണ് അവർ. അപ്പോൾ അത്രയ്ക്ക് എക്സ്പെർട്ടാണ് ആള് ഇതിൻ്റെ. അതുകൊണ്ടാണ് നമുക്ക് ഒരു കംപ്ലൈൻറ്റ് എടുത്ത് കാണാൻ പറ്റില്ലാത്ത രീതിയിലാണ് നല്ല പെർഫെക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞിരുന്ന സംഭവം. അപ്പോൾ അത് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ബസ്കാസ, ബേമ, അങ്ങനത്തെ എല്ലാ ഒത്തിരി സാധനങ്ങൾ. പിന്നെ ബെഞ്ചും എല്ലാ പ്യൂസും കംപ്ലീറ്റ് അവിടെ നിന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ വെച്ചാൽ നമ്മുടെ ഈ വാളിൽ നമ്മൾ വെച്ചിട്ടുണ്ട് വേ ഓഫ് ദ ക്രോസ്. അത് ശരിക്കും 3D ടൈപ്പിലാണ്. അത് നല്ല ഭംഗിയായിട്ട് ഇതുണ്ട്. ഇതുപോലെ തന്നെ ഉള്ളത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലുണ്ട്, സെയിം ടൈപ്പ്. വേറെ എങ്കിലും ഞാൻ കണ്ടിട്ടില്ല അത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്തത്. അത്രയും വലിപ്പത്തിലും ആയിട്ട് തേക്കും എല്ലാം മൊത്തം ഫർണിച്ചർ തേക്കിലും. പിന്നെ ഈ കൊത്തുപണി കാണിച്ചിരുന്നത് കുമ്പിൾ വുഡ് എന്ന് പറഞ്ഞാൽ അതിനകത്താണ് അത് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മുടെ ഈ വേറെ സാധനങ്ങൾ ബാപ്റ്റിസം ഫോണ്ടും നമ്മുടെ കൽക്കുരിശും ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ മാർബിളിൻ്റെ വേറെ സ്റ്റാച്യു ബേസ് ഒക്കെ കൊണ്ടുവന്നത് നമ്മൾ പാലേന്നാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ അതുമുള്ള കൊത്തുപണികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സെയിൻസിൻ്റെയും അൽഫോൻസാമ്മ, മദർ തെരേസ എല്ലാവരെയാണ് കുത്തിയേക്കുന്നത്. അപ്പം നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലൊരു പ്രതീതിയിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത എന്ന് പറഞ്ഞാൽ മാത ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പാലയിൽ, അതാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ഈ കൊടിമരവും നമ്മുടെ മണിയുടെ ഓട്ടോമേഷൻ ചെയ്യുന്ന സിസ്റ്റവും. മണി ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ റിമോട്ടൊന്നും വേണ്ട, നമ്മുടെ മൊബൈലിൽ ഓപ്പറേറ്റ് ചെയ്യാം. പള്ളിയിലെ മണി നമുക്ക് മൊബൈലിൽ ഓപ്പറേറ്റ് ചെയ്യാം. അത് സംഭവം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വേറെ പള്ളികളിലൊന്നും വെച്ചിട്ടില്ല, മണി പോലും വെച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഭാഗ്യം കിട്ടി. അപ്പം മണി കൊണ്ടുവന്നിട്ട് പിന്നെ മണി കൊണ്ടുവന്നതും നാട്ടിൽ നിന്ന് തന്നെയാണ്. മണി ഒരു 100 കിലോയിലും മുകളിൽ വെയിറ്റുള്ള സംഭവമാണ്. അത് നമ്മൾ ആലപ്പുഴയ്ക്കടുത്ത് മാന്നാറിൽ എന്ന സ്ഥലത്താണ് കൊണ്ടുവന്നത്. അവരാണ് എടപ്പള്ളി പള്ളിക്കൊക്കെ ചെയ്തു കൊടുത്തവരാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കണക്ഷൻ കിട്ടിയത്. അപ്പോൾ എറണാകുളത്തുള്ള എടപ്പള്ളിയിലുള്ള. അപ്പോൾ അവരാ മാന്നാർ വഴിക്ക് അവിടെ നിന്നാണ് ഈ മണിയുടെ കൊണ്ടുവന്നത് നമ്മൾ. അതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയ പ്രോപ്പർ ടൈമുകളിൽ തന്നെ എല്ലാം ചെയ്ത് വെക്കാൻ പറ്റി. ഇതെല്ലാം ഒറ്റ കണ്ടെയ്നറിൽ പല ടൈമുകളായിട്ടാണ് വന്നിരുന്നത്. ഇത് മണി മാത്രം നമ്മൾ മുൻപ് കൊണ്ടിരുന്നു. ബാക്കി എല്ലാവരും ഒരു 40 ഫുട്ടിന്റെ കണ്ടെയ്നറിലാണ് എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിച്ചത്. ഒന്നിച്ചു വന്നു. പിന്നെ നമ്മുടെ അസംബ്ലി ചെയ്തത് ആ കൂടി നമ്മുടെ ഫ്യൂസ് മാത്രം അസംബ്ലി ചെയ്യേണ്ടി വന്നുള്ളൂ. കാരണം അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നറിൽ പൊള്ളില്ല, ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് മാത്രം നമ്മൾ അത് കൂടുതൽ ടൈം എടുത്തില്ല. പക്ഷെ എല്ലാ ഇടവക്കാരും ചെയ്തു തീർന്നു. എല്ലാവരും ചെയ്തിട്ട് അതൊരു ശരിക്കും ഒരു ഇതായിരുന്നു. ഒത്തൊരുമിച്ച് നല്ല പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്റ്റാച്യൂസ് ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ റോമിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വത്തിക്കാനിലുള്ള അതേ ടൈപ്പ് സിമിലർ ആയിട്ടുള്ള സംഭവം നമ്മൾ ചെയ്തത്. നമ്മൾ ജസ്റ്റ് അവർക്കൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും. അതുപോലെ ടവർനാക്കിളും അവിടെ നിന്ന് തന്നെ ചെയ്തത്. ഫുള്ള് വൈറ്റ് മാർബിളിൽ, പ്യൂർ വൈറ്റ് മാർബിളിൽ കൊത്തി ഉണ്ടാക്കണം. നല്ല ഒറ്റ പീസാണ്. എല്ലാത്തിനും അവർ കൊത്തി ഉണ്ടാക്കി അങ്ങനെ എടുത്ത് എത്തുന്നത്. ശരിക്കും ഒരു അറിയില്ല ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ അങ്ങനത്തെ. അപ്പോൾ അത് കംപ്ലീറ്റ് ചൈനയിൽ നമ്മൾ കൊടുത്താൽ ചൈനയിൽ നിന്നും എത്തിച്ചു വരുന്ന പ്രോപ്പർ ടൈമിൽ തന്നെ
പിതാവിന്റെ ഒക്കെ രൂപം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു പെർഫെക്ഷൻ പെർഫെക്ഷൻ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് പ്യൂർ. ഞങ്ങൾ അത്ര അതുമല്ല, നല്ല വലുപ്പത്തിലുള്ള ഒരു 1.5 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. മോർ ദാൻ 250-300 കിലോസ് വെയിറ്റ് ഉണ്ട് ഓരോ സ്റ്റാച്ചു. ഒത്തിരി പേരെ സഹായം കൊണ്ടാണ് നമ്മൾ വെക്കാൻ പറ്റിയത്. നല്ല വെയിറ്റ് ഉള്ളത് ക്രെയിനൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ നാട്ടിൽ നിന്നും ചൈനയിൽ നിന്നുമായിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിച്ചു. വേറെ ഇവിടുത്തെ പള്ളികളിലൊന്നും അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടേ ഇല്ല. ശരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ പള്ളിയുടെ സ്ട്രക്ചർ മാത്രം നമ്മൾ ഓസ്ട്രേലിയയിൽ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബലിപീഠം ശരിക്കും ഭംഗിയല്ലേ. അറ്റ്ലീസ്റ്റ് ഞാൻ അച്ഛനെ സംസാരിച്ചപ്പോൾ ഒരു 7 അച്ഛന്മാർക്ക് വരെ നിന്ന് കുർബാന ചെല്ലാൻ പറ്റുമെന്ന് പറഞ്ഞ അവിടെ. അത്രയും നീളവും ഭംഗിയായിട്ട് നമുക്ക് എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം, ഞാനൊരു അങ്കമാലിക്കാരനായിരുന്നു, നമ്മുടെ അടുത്തൊരു അങ്കമാലിക്കാരൻ ചേട്ടൻ തന്നെയാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് വിനോദ് ചേട്ടാ. എന്തായാലും പള്ളിയും നന്ദി പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് ഇവിടെ വരെ നമ്മളെല്ലാവരെയും അതെ സത്യം ദൈവാനുഗ്രഹം കൂടിയാണ്. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് ഇതിന്റെ പിന്നിൽ ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം നമുക്ക്. നമ്മുടെ സ്വന്തം നാട്ടുകാരെന്ന് പറയുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. എന്തായാലും ഇനി അങ്ങോട്ട് എല്ലാം ഭംഗിയായിട്ട് താങ്ക് യു സോ മച്ച്. ഓക്കെ. അങ്ങനെ മെൽബൺ സൗത്ത് ഈസ്റ്റിലെ മലയാളി ക്രിസ്ത്യാനികളുടെ ഒരു ചിരകാല സ്വപ്നം അങ്ങനെ പൂവണിഞ്ഞു കേട്ടോ. ഒത്തിരി വർഷം കാത്തിരുന്നെങ്കിലും ഇന്ന് ആ പള്ളിയുടെ കൂദാശ കർമ്മം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നല്ലേ. നാടൊക്കെ വിട്ടു വന്ന് നമ്മുടെ സ്വന്തം പള്ളി അല്ലെങ്കിൽ ഒരു മലയാളം പള്ളിയിൽ പോയി ഒരു മലയാളം കുർബാന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയല്ലേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.